പിന്നെ എന്നൊരു വെള്ളാപ്പള്ളിയാണെന്നെന്തോ പറഞ്ഞോ? മലബാറിലെ വെള്ളാപ്പള്ളി. മലബാറിലെ PC ജോർജ് അല്ലേ PV അൻവർ? അൻവറിനെ പോലെ ഒന്നും പിന്നെ എനിക്ക് ആഫ്രിക്കയിലൊന്നും പോയിട്ട് പിന്നെ ഖനനം ചെയ്ത് സ്വർണ്ണമൊന്നും എടുക്കാനുള്ള പ്രാപ്തി ഇല്ല. അതെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിം ലീഗ് ഇതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം മുസ്ലിം ലീഗിന് പോലും പ്രധാനപ്പെട്ടത് എന്ന് തോന്നാത്ത ഒരു കാര്യം ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുതിർന്നവർ ആരും ഒന്നും പറയണ്ട. സാധാരണ മുസ്ലിം ലീഗിൽ ഇപ്പോൾ പ്രസവിച്ച് വീണ കുട്ടി വരെ അഭിപ്രായം പറഞ്ഞ പാർട്ടി സംവിധാനമാണ് ലീഗിനുള്ളത്. ഇപ്പോൾ പ്രസവിച്ച് വീണ കുട്ടി വരെ അഭിപ്രായം പറയും. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പറയുന്നത് മുതിർന്ന ആൾക്കാർ ആരും അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറയാനുണ്ടാവില്ല. കാരണം മുതിർന്ന ആളുകൾക്ക് നുണ പറയാൻ പറ്റൂല. അതന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പച്ചക്കള്ളം പറയാൻ പറ്റുമോ? മുസ്ലിം ലീഗിൻ്റെ മറ്റു നേതാക്കന്മാർക്ക് പച്ച നുണ പറയാൻ വേണ്ടി പറ്റുമോ? നുണ പറയാൻ മുക്കൽ വിദഗ്ധനായ PK ഫിറോസിന് കഴിയും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം ഫിറോസിനെ തന്നെ ഏൽപ്പിക്കുന്നത്. എന്നാൽ മുനവർ അലി ശിഹാബ് തങ്ങളുണ്ടല്ലോ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇവൻ്റെ ഓരോ കാര്യത്തിന് മുനവർ അലി തങ്ങൾ മറുപടി പറയാൻ നിന്നാൽ മുനവർ അലി തങ്ങൾക്ക് പിന്നെ വേറെ പണി ഉണ്ടാവില്ല. മറുപടി നൽകേണ്ട സമയം തന്നെ ഉണ്ടാവുള്ളൂ. അത്രയും ഭീകരമായിട്ടുള്ള കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളം സർവകലാശാലയുടെ ഭൂമി സംബന്ധമായ പ്രശ്നമല്ല ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അത് കേരള നിയമസഭ ഒരു അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്തതാണ് 5-6 വർഷം മുമ്പ്. ഇപ്പോഴത്തെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിനെയും വല്ലാതെ ജീർണതയിലേക്ക് നയിക്കുന്നത് പോലെ മുസ്ലിം ലീഗിനെ PK ഫിറോസും യൂത്ത് ലീഗ് സംവിധാനത്തെയും വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനാണ് ഫിറോസ് മറുപടി പറയേണ്ടത്. ഇത് വരുന്ന നിയമസഭയിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തിരൂർ MLA ആയിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ ഇതൊരു അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരട്ടെ. ഇതൊരു അടിയന്തര പ്രമേയമായിട്ട് അദ്ദേഹം കൊണ്ടുവരട്ടെ. നിയമസഭാ സാമാജികന്മാരല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കേണ്ടത്? N ഷംസുദ്ദീൻ ഇല്ലേ തിരൂർക്കാരൻ? അദ്ദേഹം പറയട്ടെ. പറയാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ കഴിയുമോ? മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ഇത് ഏറ്റെടുക്കട്ടെ. ഫിറോസ് എന്ന് പറയുന്ന ഏഴാംകൂലിയെ അല്ല ഈ കാര്യം ഏൽപ്പിക്കേണ്ടത്. കാരണം മലയാളം സർവകലാശാല ഏഴാംകൂലികൾ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് എന്നാണോ ലീഗ് ഉദ്ദേശിക്കുന്നത്? മുതിർന്ന നേതാക്കൾ ആരും അഭിപ്രായം പറയാൻ തക്ക യോഗ്യത അല്ലെങ്കിൽ തക്ക ക്രെഡിബിലിറ്റി ഈ പ്രശ്നങ്ങൾക്കില്ലേ? മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അല്ല, എനിക്ക് തൊഴിലുണ്ടായിരുന്നല്ലോ. ഞാൻ 12.25 വർഷം കോളേജ് അധ്യാപകനായിരുന്നു. എനിക്ക് പിന്നെ തൊഴിലും കൂലിയും വേലയൊക്കെ ഉണ്ട്. ഞാൻ MLA ആയാൽ പിന്നെ കോളേജ് ലെക്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ലീവ് എടുത്തതായിരുന്നു. 56 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്തു. ആ പൈസയും കൂടി ആ 12.25 വർഷത്തെ പെൻഷൻ എങ്ങനെയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സർക്കാരിനിപ്പോൾ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ജോലി, MLA എന്നുള്ള നിലയിൽ ജോലി. അൻവറിനെ പോലെ ഒന്നും പിന്നെ എനിക്ക് ആഫ്രിക്കയിലൊന്നും പോയിട്ട് പിന്നെ ഖനനം ചെയ്ത് സ്വർണ്ണമൊന്നും എടുക്കാനുള്ള പ്രാപ്തി ഇല്ല. നമ്മളിപ്പോൾ അവനവനക്ക് കഴിയുന്ന കാര്യമല്ലേ പറയാം. ഇപ്പം ഞാൻ എഴുതുന്നത് പോലെ ഞാൻ 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അൻവറിന് അതുപോലെ എഴുതാൻ പറ്റുമോ? ഞാൻ പ്രസംഗിക്കാറുണ്ട്, സെമിനാറുകളിലും ഒക്കെ പോയി പ്രസംഗിക്കാറുണ്ട്. ഞാൻ പ്രസംഗിക്കണമാതിരി അൻവറിന് പ്രസംഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അൻവർ പ്രസംഗിക്കണമാതിരി എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അൻവറിനെ പോലെ, അൻവറിൻ്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞത് വലിയ അവിടുത്തെ പ്രമാണിയായിരുന്നു.
100 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയായിരുന്നു. എൻ്റെ വാപ്പ കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് കുഞ്ഞോയമാജി ആകെ ഒരു 10, 50, 60 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളത്, കുടുംബസ്വത്ത്. അങ്ങനെയുള്ള എനിക്ക് ആഫ്രിക്കയിൽ പോയിട്ട് നമ്മളെ ഈ നാട്ടിൽ പോലും ഒരു മുറുക്കാങ്കട തുടങ്ങാൻ പറ്റൂല. പിന്നെ എന്നൊരു വെള്ളാപ്പള്ളിയാണെന്നെന്തോ പറഞ്ഞോ? മലബാറിലെ വെള്ളാപ്പള്ളി, മലബാറിലെ PC ജോർജ് അല്ലേ PV അൻവർ? ഞാൻ വെള്ളാപ്പള്ളിയാണെങ്കിൽ മലബാറിലെ PC ജോർജ് അല്ലേ PV അൻവർ? ഞാൻ അൻവറിനെ കുറിച്ചൊന്നും ഒന്നും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അല്ല, അങ്ങ് സമ്മതിക്കല്ല, പറഞ്ഞ നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. ഓരോരുത്തരും ആരാണ് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാമല്ലോ. വെള്ളാപ്പള്ളി ആരാണ്? അദ്ദേഹം കോടീശ്വരനല്ലേ. PV അൻവറിനല്ലേ വെള്ളാപ്പള്ളിയോടൊക്കെ കടപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹം കോടീശ്വരനാണ്, PV അൻവറും കോടീശ്വരനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ